ഇഷ്ടപ്പെടാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റം. അതുപോലെയാണ് BDJS ഇപ്പോൾ BJPയോട് പെരുമാറുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BDJSും BJPയും തമ്മിൽ അകന്നിരുന്നു. തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ BDJS തീരുമാനിച്ചതൊക്കെ വലിയ വാർത്തകളായി മാറി. BJPയിൽ നിന്നിട്ട് വലിയ കാര്യമില്ല എന്ന് BDJS തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരുവിധം BDJSനെ കൂടെ നിർത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നേരിടുകയാണ് BJP ഇപ്പോൾ. പക്ഷേ BDJS BJPയിൽ അധികകാലം നിൽക്കില്ല. NDA മുന്നണി BDJS വിടും എന്ന് ഉറപ്പായി. മകന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കൊടുത്തിട്ട് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ്റെ പിറകെ നടക്കുന്നു. മകന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കൊടുത്തതിൽ വെള്ളാപ്പള്ളി നടേശന് വലിയ പങ്കുണ്ട്. BDJSൻ്റെ രൂപീകരണമൊക്കെ ചരിത്രമായിരുന്നു. തിരുവനന്തപുരത്ത് ശംഖുമുഖം കടൽ തീരത്ത് വെച്ചായിരുന്നു BDJS രൂപീകരിച്ചത്. കൂപ്പുകൈയായിരുന്നു അവരുടെ ചിഹ്നം. വെള്ളാപ്പള്ളി നടേശൻ BDJS രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായി BJPക്കാർ സജീവമായി എത്തി. BDJSൻ്റെ രൂപീകരണത്തിന് അങ്ങനെ നല്ല ആൾക്കൂട്ടമൊക്കെ ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് പാർട്ടി ക്ലച്ച് പിടിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായത്. BDJS ഒന്നുമല്ലാതായി മാറി. BDJS BJPക്ക് അടിമയായി മാറി. BJPക്കാർ പറയുന്ന സീറ്റുകളിൽ മത്സരിച്ചോളണം. ആ സീറ്റുകളാകട്ടെ ജയിക്കാത്ത സീറ്റുകളും. BDJS ഇതോടെ BJPയുമായുള്ള BDJSും BJPയുമായുള്ള ബന്ധം കാലാകാലങ്ങളിൽ വഷളായിക്കൊണ്ടിരുന്നു. തുഷാർ വെള്ളാപ്പള്ളിയെ വേണ്ട വിധം BJP ഗൗനിക്കുന്നില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. എന്തായാലും BDJS ഇനി ഇടതുപക്ഷത്തേക്ക് എന്നതിൻ്റെ സൂചന ശക്തമാകുന്നു. മുമ്പ് തന്നെ ഞങ്ങൾ ഈ സ്റ്റോറി എക്സ്ക്ലൂസീവായി ബ്രേക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് പറയുന്നത്. BDJS നേതാക്കൾ ഇടതുപക്ഷ CPM നേതാക്കളുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BDJS രാജകീയമായി NDAയിൽ നിന്ന് പായും തലങ്ങണിയൊക്കെ എടുത്ത് സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ എടുത്ത് നേരെ LDFിലേക്ക് വരും. LDFിലേക്ക് വന്നു കഴിഞ്ഞാൽ BDJSന് അവർ ചോദിക്കുന്ന സീറ്റ് കിട്ടില്ലെങ്കിലും ജയസാധ്യതയുള്ള സീറ്റ് കൊടുക്കും. അങ്ങനെ BDJSന് നിയമസഭയിൽ ഒരു MLA കിട്ടും. അതൊക്കെയാണ് BDJSൻ്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ. ആ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് BDJS ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും BDJS ഇടതുമുന്നണിയിലേക്ക് എത്തും എന്നത് ഉറപ്പായി കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് പിണറായിയുടെ കാറിൽ വെള്ളാപ്പള്ളി പിണറായിക്കൊപ്പം സഞ്ചരിച്ചത്. ശബരിമല ഭക്തി സംഗമത്തിൽ, ആഗോള ഭക്തന്മാരുടെ സംഗമത്തിൽ വെള്ളാപ്പള്ളി പിണറായിക്കൊപ്പം വേദി പങ്കിടുകയും പിണറായിയെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും വലിയൊരു ടെസ്റ്റിലേക്കാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. ഒരു വശത്ത് UDF വെൽഫെയർ പാർട്ടിയുമായി അടുത്ത് പ്രവർത്തിക്കുന്നു. വെൽഫെയർ പാർട്ടി UDFിലേക്ക് ചേരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. മലപ്പുറത്തൊക്കെ വെൽഫെയർ പാർട്ടിയും ലീഗും UDFും ചേർന്നാണ് ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടി വന്നു കഴിഞ്ഞാൽ മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ വിജയിക്കാൻ കഴിയുമെന്ന് UDF വിശ്വസിക്കുന്നു. ഇവിടെ BDJSനെ കൂട്ടി അതിനെ പ്രതിരോധിക്കാനാണ് CPM ശ്രമിക്കുന്നത്. BDJS വന്നു കഴിഞ്ഞാൽ ഈഴവ വോട്ടുകൾ ഏകദേശം പൂർണ്ണമായും പെട്ടിയിലാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് LDFന് ഉള്ളത്. മാത്രമല്ല NDA ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഇത് രണ്ടുമാണ് BDJSനെ ഇടതുമുന്നണിയിൽ എടുക്കുക വഴി CPM കണക്കാക്കുന്ന നേട്ടങ്ങൾ. മാത്രമല്ല തുഷാർ വെള്ളാപ്പള്ളിക്ക് ജയസാധ്യതയുള്ള ഒരു സീറ്റ് നൽകുകയും ചെയ്യും CPM. അങ്ങനെ വരുമ്പോൾ BDJS CPMൻ്റെ ഘടകകക്ഷിയാകുമ്പോൾ വെൽഫെയർ പാർട്ടി UDFിലേക്ക് ചേർന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ, ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ LDFന് കഴിയും.
CPI എന്തായാലും BDJSൻ്റെ വരവിനെ എതിർക്കില്ല. കാരണം CPI എതിർക്കേണ്ട കാര്യമില്ല. അവരോളം ശക്തിയുള്ള പാർട്ടിയല്ല BDJS. അതുകൊണ്ട് അവർ എതിർക്കില്ല. LDFിലേക്ക് BDJS വന്നാൽ അവർക്ക് അഭിമാനത്തോടുകൂടി പ്രവർത്തിക്കാൻ ആവുകയും ചെയ്യും. എന്തായാലും കേരള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ടിസ്റ്റ് സംഭവിക്കുന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. BDJSനെ പോലെ ഒരു പാർട്ടിയെ കൂടെ കൂട്ടാൻ പിണറായി വിജയൻ തീരുമാനിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രമാണെന്നുള്ളത് വ്യക്തം. BJPയോട് ചേർന്ന് നിൽക്കുന്ന BDJSനെ പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവന്ന ശേഷം BDJSന് ജയിക്കാവുന്ന സീറ്റുകൾ കൊടുക്കുക. ഇതുവരെയും ഒരു MLA ഉണ്ടാക്കിയിട്ടില്ല എന്ന ദുഷ്പേര് ഇതിലൂടെ മാറ്റാൻ BDJSനും കഴിയും. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും തന്ത്രജ്ഞനായ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ നേതാവായി പിണറായി വിജയൻ മാറുകയാണ്. ഗവൺമെൻറ്റിനെതിരെയുള്ള ആരോപണങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ UDFിൻ്റെയും LDFിൻ്റെയും ഘടകകക്ഷികളെ കൂടി റാഞ്ചിക്കൊണ്ട് പോകുന്നു. RSP പെട്ടിയും പ്രമാണമെടുത്ത് നിൽക്കുകയാണ് ഇങ്ങോട്ട് വരാൻ, LDFിലേക്ക് വരാൻ. ഇനിയൊരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം മതി. BDJSും സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം പെറുക്കിയെടുത്ത് NDA ഓഫീസിൽ നിന്ന് AKG സെൻറ്ററിലേക്ക് വരാൻ കാത്തു നിൽക്കുന്നു.